ഇന്ന് ഗിരീഷേട്ടനാണ് തോന്നുന്നു മൂപ്പന്റെ ഏര. പാവം എന്ത് പാവം ചെയ്താവോ. എന്താ ഗിരീഷേട്ടാ മൂപ്പര് കത്തി വെച്ച് കൊന്നു തോന്നുന്നു? ഒന്നും പറയണ്ട. ഈ ഇടയ്ക്ക് ഞാൻ ഇയാളെ കണ്ടിട്ട് എവിടേക്ക് പോവുകയാണെന്ന് ചോദിച്ചു. അപ്പൊ പറയണേ ക്ഷീരവനത്തേക്ക് പോവുകയാണ്. ക്ഷീരവനോ? അതെന്താ? ക്ഷീരം പറഞ്ഞ പാല്, വനം പറഞ്ഞ കാട്. പാലക്കാട് പോവുകയാണ്. അല്ല അത് പോട്ടെ, നിങ്ങളുടെ അടുത്ത് എത്ര നേരം എന്താ കത്തി വെച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട. എന്താ ഇവിടെ ഇരിക്കുന്നത് സ്വാമിയെ ചോദിച്ചു. അതിനെ മൂപ്പിന് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. അതായത് ഒരുവൻ ഒരുത്തിയായി, ഒരുത്തി ഇരുവരായി, ഇരുവരും കരുത്തരായി, കരുത്തരിൽ ബിരുദരായി, ബിരുദരിൽ ബന്ധുവായി, ആ ബന്ധുവിന്റെ ശത്രുവിന്റെ ഇല്ലം ചുട്ടവന്റെ അച്ഛനെ കാത്തിരിക്കുകയാണ്. ആരിനെ കാത്തിരിക്കുന്നത്? എന്തിനു കാത്തിരിക്കുന്നു? ആലോചിച്ച് തല പോഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇത് അറിയണമെങ്കിൽ അല്പം പുരാണം അറിയണം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പഠിച്ചത്? പാലക്കാട് ചിറ്റൂർ അത്തിക്കോട് അരുണാചല ആചാരി പറഞ്ഞ വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. മൂപ്പന്റെ ശിഷ്യനാണ്ടാ അത്. അതായത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ പെണ്ണുങ്ങളുടെ ഡാൻസ് നടക്കും. അതിൽ ഒരൊറ്റ ആണുങ്ങളെ പ്രവേശിപ്പിക്കില്ല. ഇത് മനസ്സിലാക്കിയ സൂര്യഭഗവാൻ എന്ത് ചെയ്ത് പെൺവേഷം കെട്ടി അതിൻ്റെ ഉള്ളിൽ കയറി. അതാണ് ഒരുവൻ ഒരുത്തിയായി പറയുന്നത്. മനസ്സിലായ? ആ സ്ത്രീയെ കണ്ടു മോഹിച്ച് ദേവേന്ദ്ര കല്യാണം കഴിച്ച് അതിൽ 2 കുട്ടികളുണ്ടായി, ബാലിയും സുഗ്രീവനും. അതാണ് ഒരുത്തിയിൽ ഇരുവരായി എന്ന് പറയുന്നത്. ഇരുവരും വളർന്ന് വലുതായി കരുത്തരായി, പിന്നെ വിരുദ്ധരായി. അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു. ഒരുത്തൻ ബന്ധുവായി, ശ്രീരാമൻ. ശ്രീരാമന്റെ ശത്രുവിൻ്റെ ഇല്ലം ചുടുവാൻ പോയവൻ്റെ അച്ഛനെയും കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ശ്രീരാമന്റെ ശത്രു ആരാണ്? രാവണൻ. രാവണന്റെ ഇല്ലം ചുടാൻ പോയവൻ ആരാണ്? ഹനുമാൻ. ഹനുമാന്റെ അച്ഛനെയും കാത്തിരിക്കുകയാണെന്ന്. ഹനുമാന്റെ അച്ഛനാരാണ്? വായു ഭഗവാൻ. മൂപ്പന്റെയും കാത്തിരിക്കുകയാണെന്ന്. മനസ്സിലായ? ഇല്ല. ഹനുമാന്റെ അച്ഛൻ വായു ഭഗവാൻ. വായു ഭഗവാനെ കാത്തിരിക്കുക പറഞ്ഞാൽ എന്താണ്? കാറ്റ് കൊള്ളാൻ ഇവിടെ കുത്തിരിക്കുകയാണ്. ഇതാണോ?